ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോൾ തന്നെ എൻ്റെ മോളെ കഷം കാണലേ മൂടാവുന്നേ എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വരുമ്പോഴാണ് എൻ്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ അതുവരെ, ഞാനിടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. എന്താ ചെയ്യാ, ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഏത് തന്തയില്ലാത്ത കാട്ടവരാതി മക്കളടാ ഇതൊക്കെ ക്യൂ നിൽക്കുന്നത്. കേട്ടിട്ട് ഓർക്കാനിക്കാൻ വന്നിട്ട് വാൾ വെച്ച് ഇപ്പൊ തന്നെ ഞാൻ വീഴും ആ സെറ്റപ്പിൽ. ഏറ്റവും പൊന്നടാവേ, ഏത് അവരാതി മക്കളടാ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നോയിക്കൊണ്ടൊക്കെ. അയ്യോ തന്തയില്ലാത്തവന്മാരെ, ഒന്നും പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിമുസ ബിജോണ അറിയാത്ത മലയാളികളുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കാണും. പണ്ട് ഈ വെടിപരിപാടുണ്ടായിരുന്നു. ഏത് ആ വെടിപരിപാടല്ല, ഈ വെടിപ്പരിപാടി ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ വെടിയടിക്കാൻ പോകുന്ന പരിപാടി അല്ല, ആണുങ്ങൾ വെടിയടിക്കാൻ പോകും, പെണ്ണുങ്ങൾ വെടിയായിട്ട് നിൽക്കുന്നൊരു പരിപാടി. ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നത് ഓൺലൈനിൽ മെമ്പർഷിപ്പും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനും എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഓൺലൈൻ വെടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെയാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഇടയ്ക്കൊരു മെയിൽ വെടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. വെടിയല്ല, വെടിയൻ. അങ്ങനെ പല വിധത്തിൽ നമ്മൾ വെടികളെ കണ്ടിട്ടുണ്ട്. അതിലൊരു മെയിൽ വെർഷനായിരുന്നു ഒരുത്തൻ. അവൻ മാസ്ക് ഒക്കെ ഇട്ട് വന്നിരുന്നു. പക്ഷെ കയ്യിലെ ടാറ്റു കാണിച്ചതോടെ നാട്ടുകാർ മൊത്തം അവനെ തിരിച്ചറിഞ്ഞു. അത് അവന് കൊടുത്ത പബ്ലിസിറ്റി ആണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ ഇത് മറ്റേ കുറുകില് മറ്റേ ഗോടാലി വെട്ടി വെച്ചിട്ടുള്ള അവൻ ചെവിയിലിരിക്കണവന്റെ ആണി വലിച്ചു വരാൻ പോയ അവസ്ഥയാണ് നിമിഷ ബിജുവിന്റെ അവസ്ഥ. എന്തോന്നടേ, ഇതിലേറ്റവും ഹൈലൈറ്റ് ആണ് മുച്ചരം. പിന്നെന്തോന്ന് വേറെ എന്തൊക്കെയോ ഈ കക്ഷത്തൊക്കെ എന്തിരിക്കണടാ ഡേ. അത് കഴിവേറിയടാ, അത് കഴിവേറിയവനും തന്നെ. പിന്നെ ചെരുപ്പ് എന്തൊക്കെ അങ്ങനെ കുറെ അഭ്യാസങ്ങളാണ് നിമിഷ ബിജുവിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിമിഷ ബിജുവിന്റെ ഭർത്താവാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. നീ ചെയ്യടി, നീ ചെയ്യടി, നീ ചെയ്യടി. അവന് സുഖമായിട്ടിരുന്ന് സ്വന്തം ഭാര്യയെ വിറ്റ് തിന്നാ മതിയല്ല. ഏതവനായാലും അവനൊരു കില്ലാടി തന്നെ. പിന്നെ ഇവളുടെ മോട്ടിവേഷനുണ്ട്, അതാണ് അതിനേക്കാളും കോമഡി. ഇനി അതും പോട്ട്, ഇവളാണ് രേണുസുതിയെ കുറ്റം പറയാൻ പോയത്. സ്പഷ്ട്. എന്തായാലും ആരംഭിച്ചട്ടെ. രേണുസുതിയെ കുറിച്ച് ഞാൻ ആദ്യം പറയുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ പേഴ്സണലി കണ്ടേക്കുന്നതുകൊണ്ട് പകുതി മുക്കാൽ അഭിനയമാണ്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എവിടെ ചെന്നാലും രണ്ട് കാര്യം എന്താ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കൂട്ടുകാരാണ്. അത് കൂട്ടാന്ന് വെച്ചാൽ അത്രയും ഒരു സൈബർ പുള്ളിങ് ഏറ്റൊരു വ്യക്തി എനിക്കറിയാം നന്നായിട്ട്. ഞാനിത് നേരിട്ടൊരാളാണല്ലോ. അപ്പോഴാണ് ഇവൾ എന്നെ കോൺടാക്ട് ഇങ്ങോട്ട് ചെയ്തതാണ്. ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് സുചേട്ടൻ മരിച്ച സമയത്ത് ഇവൾ എന്നെ കോൺടാക്ട് ചെയ്തതാ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വളരെ ഉപകാരമുണ്ട്, നീ ഞാൻ ചെയ്ത് തന്നതിനൊക്കെ പറഞ്ഞ് ഇവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു നമ്പർ തന്നു. ആ നമ്പർ പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ആ നമ്പർ പോയി. പിന്നെ അതിന് ശേഷം വേറെ നമ്പർ തന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഈ പ്രോഗ്രാം അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞു 2-ാം തീയതി. അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫ് ഫുൾ ഇങ്ങനെ ഓൺലൈൻ മീഡിയ വഴി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോലും ഒരു ഫ്രീഡമോ ഒരു പ്രൈവസിയോ ഇല്ല. എല്ലാം തുറന്ന പുസ്തകം പോലെ. നമ്മുടെ ലൈഫ് ആണെങ്കിൽ നമുക്കൊരു പ്രൈവസി വേണം അല്ലേ. ഇത് ബെഡ്റൂമിൽ വരെ ക്യാമറമാരും. അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ. അതെ, അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ. ഇത് ലൈഫാകുമ്പോ ഒരു പ്രൈവസി ഒക്കെ നമുക്ക് വേണം. ബെഡ്റൂമിൽ ഒരു ക്യാമറ, അതൊക്കെ മോശമാണ്, വളരെ മോശമാണ്. ബെഡ്റൂം നോട്ട് ദ പോയിന്റ്. അത് നിങ്ങൾ മറക്കില്ല, പോയിന്റ് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ട് ദ പോയിന്റ്, ബെഡ്റൂം. ഓക്കെ, ബെഡ്റൂമിൽ വരെ ക്യാമറ, ഒരു പ്രൈവസി ഇല്ലാത്ത ജീവിതമാണ് രേണുവിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിമിഷ ബിജു തള്ളി മറിക്കുന്നത്. ഒരു ടോ മറ്റൊരു ടോനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഇവരിലൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്ത് കാട്ടപരാധങ്ങളുടെ കാണിക്കുന്നത്. പോട്ടെ, പഞ്ചായത്ത് ടോകൾക്കും ന്യായീകരണം ബെസ്റ്റ്. അപ്പൊ ബെഡ്റൂമാണ് നമ്മുടെ വിഷയം. ബെഡ്റൂമിൽ വരെ പ്രൈവസി പോലും ഇല്ലാത്ത ടീമുകളാണ് രേണുസുതി എന്നാണ് ഇവിടെ നിമിഷ ബിജു പറയുന്നത്. എന്തായാലും നിമിഷ ബിജുവിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ബെഡ്റൂമിൽ പ്രൈവസി കൊടുക്കുന്ന നമ്മുടെ നിമിഷ ബിജുവിനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ബെഡ്റൂമിൽ കട്ട പ്രൈവസിയാണ്. ഇത് ബെഡ്റൂം ആണോ ബാത്റൂം ആണോ എന്ന് അറിയില്ല. എന്തായാലും ഈ റൂമിൽ ഭയങ്കര പ്രൈവസിയാണ്. എടേ, നീ അപ്പീടനം കൂടി ഇനി കാണിക്കട്ടെ, അതും കൂടെ കാണിക്കാൻ ബാക്കിയുള്ളൂ. എല്ലായി സകലമാനതുമായി. ബെഡ്റൂമിൽ അത്രയും പ്രൈവസി കൊടുക്കുന്ന നമ്മുടെ നിമിഷ കൊച്ചിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. പിന്നെ കുറുകിൽ ഗോഡയിലിരിക്കണ മറ്റവൻ്റെ ചെവിയിൽ ആണി ഇളക്കാനായിട്ട് പോകുന്ന ഒരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ നിമിഷ കൊച്ചിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണോ സാധിക്കുന്നു?
തള്ളി അങ്ങ് മറിയുക. മറ്റവളെ കുറ്റം പറയുകയാണ്. ഇവള് പെർഫെക്റ്റ്, ഇവള് ഡേ 1, മറ്റവള് മാഷ. അയ്യോ, 2 കാട്ടപരാധികളും കൂടി കയറിയിരുന്നാ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇതാണ് അവസ്ഥ. പറഞ്ഞാട്ടെ, മൊഴിഞ്ഞാട്ടെ, ബോലോ. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പണ്ട് ഈ വേശ്യപ്പണി അല്ലെങ്കിൽ വേശ്യ സ്ത്രീകളാണ് കൂടുതലും ഈ മാറ് കാണിക്കുകയും വേറെ രീതിയിലൊക്കെ വസ്ത്രം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടുള്ളത്. ഇപ്പൊ അത് നോർമലൈസ് ചെയ്തു. നോർമലൈസ് ചെയ്യാനുള്ള കാരണം നിമിഷയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരാണ്? എനിക്ക് മനസ്സിലായില്ല. നിമിഷ, അതായത് പണ്ട് വേശ്യാസ്ത്രീകളിലാണ് ഈ ക്ലീവേജ് കാണിക്കലും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിമിഷയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിമിഷയുടെ ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, ബിക്കിനി ഫോട്ടോസ് ഉണ്ട്. താങ്കളൊരു മോഡൽ ആയതുകൊണ്ടാകും അത് ഇട്ടിട്ടുള്ളത്. പക്ഷെ ആൾക്കാരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ വേശ്യപ്പണിക്ക് പോകുന്നത് താങ്കൾ കണ്ടു. താങ്കൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നെ ഏത് കുളത്തിലെ കണ്ടേ? ഇന്ന് കുലസ്ത്രീ അല്ലേ ഞാൻ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏത് ഡ്രസ് ഇട്ടാ വന്നത് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കിയപ്പോ പ്രേമത്തിൻ മുൾമനയിൽ എഴിച്ചു പോടി, അല്ലാണ്ട് നിന്നെ എന്നാ പറയാനാ? താങ്കൾ കണ്ടോ, ഞാൻ കുലസ്ത്രീയാണ്, കണ്ടോ? ഞാൻ സാരി ഉടുത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്തെങ്കിലും ഡ്രസ് ഇട്ടിരുന്നോ? നീ ഇതിനേക്കാളും നല്ലതും ഞാൻ എന്ന് സ്വന്തമായിട്ട് അങ്ങ് പറയുന്നതായിരുന്നു. സത്യം, അത്ര അവരാതോടെ നീ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ കണ്ടു, ഞാൻ കുലസ്ത്രീയാണ്, കണ്ടോ? കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കണ്ടില്ലേ താങ്കൾ? കാണൂ. എടി, നിനക്ക് ഉളുപ്പുണ്ടാ? ഇല്ല എന്നറിയാം. എങ്കിലും ഞാൻ ചോദിക്കുക ചേച്ചി, നാണമില്ലേ ഇങ്ങനെ ഒന്നിരുന്ന് കൊണക്കാൻ? ഈ മെമ്പർഷിപ്പും അതും ഇതും ഒക്കെ എടുത്ത് ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കണം. വെറും അപരാധ വീഡിയോകൾ, വെറും വൃത്തികെട്ട രീതിയിൽ. ഇതിനേക്കാളും നല്ലത് പണ്ട് ഉള്ള വേശികളായിരുന്നു. അവര് ഒരു സർക്കിളിൽ നിന്നായിരുന്നു കലങ്ങിയത്. ഇപ്പോൾ ലോകം മൊത്തം ഇവളുമാര് കാണിച്ചുകൊണ്ടിരിക്കണം. അഴിഞ്ഞാട്ടോ പേക്കൂത്തുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇവളുമാരുടെയൊക്കെ അഴിഞ്ഞാട്ടം മാത്രം. ഇത് കണ്ടും കേട്ടും സഹികെട്ട് ഗതികെട്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ നിയമ നടപടി എന്ന് പറയുന്ന നിയമവ്യവസ്ഥ ഒരു ശക്തമായ നടപടി ഇവളുമാർക്കെതിരെ എടുക്കണം. കാരണം അതിന് അപരാധം കാണിച്ചാണ് ഈ സോഷ്യൽ മീഡിയ നശിപ്പിച്ച് നാറാണത്താക്കുന്നത്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇത് നമുക്ക് നിയമം കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. നമ്മളെ കയ്യിൽ അധികാരമോ ഭരണമോ ഒന്നുമില്ല. ഇത് കൊണ്ടുവരാൻ പറ്റുന്നവരുണ്ട്. അവർ നിയമ നടപടി കൊണ്ടുവരണം. നടപടി എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഓൺലൈൻ വേശ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ട എല്ലാവളുമാരും എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അപരാധിക്കുന്ന കുറെ ടീമുകൾ വന്നിട്ട് കണ്ടമാന അപരാധ കണ്ടന്റുകൾ ഈ സോഷ്യൽ മീഡിയയിലോട്ട് പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതുപോലത്തെ അപരാധ സാധനങ്ങൾ വിട്ട് ഈ സോഷ്യൽ മീഡിയ നശിച്ചു. കുട്ടികളടക്കം നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരുത്തരം പറയും? ഇവിടുത്തെ നിയമ നടപടി, നിയമവ്യവസ്ഥയും എന്ന് നടപടി എടുക്കും? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിങ്ങനെ വിട്ട പറ്റുന്ന കേസൊന്നുമല്ല. അവളിപ്പോ വന്നിരുന്ന് പറയണേ, ഞാൻ കുലസ്ത്രീയാണ്, കണ്ട ഞാൻ 2 ഇന്റർവ്യൂവിൽ മാന്യമായിട്ടല്ലേ ഡ്രസ്സ് ഇട്ടോണ്ട് വന്നെന്ന്. നീ മെമ്പർഷിപ്പും മറ്റേലും ഒക്കെ കാണിക്കുന്ന എന്നാ അവരാതോ? നിന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി കണ്ണു തുറന്നിക്കാൻ പറ്റില്ല. അവിടെ അപ്പ കുഴഞ്ഞു വീഴും. ആ സെറ്റപ്പാ. എന്നിട്ട് നീയൊക്കെ വന്നിരുന്ന കൊണയടിക്കും. നിനക്കൊക്കെ നാണമില്ലേ ന്യായീകരിക്കാനായിട്ട്? എനിക്ക് അതാണ് ഏറ്റവും കളി വരുന്നത്. ചെയ്ത തന്തയില്ലായ്മ എടുത്തു വെച്ച് ന്യായീകരിക്കും. മടൽ വെട്ടി അടിക്കണം, നിനക്ക് നാട് കടത്തണം. അതാണ് ചെയ്യേണ്ടത്. ഒച്ചറയിലിട്ട് അടിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഇപ്പൊ വേശ്യ എന്നൊക്കെ വെച്ച് അതിനെ താരതമ്യമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ മേടിക്കുന്ന ഒരു ഫോൺ, 1000 രൂപയുടെ ഒരു ഫോൺ, അല്ലെങ്കിൽ പോട്ടെ 25,000 രൂപയുടെ ഒരു ഫോൺ നമ്മൾ മേടിക്കും. മിനിമം 10 രൂപ. 10 രൂപയുടെ ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഫോണിലുള്ള ആൾക്കാർ ഫോണൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റുന്നു, ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴും ഫോട്ടോ ഇടുന്നു, പിന്നെ പല ആൾക്കാരെ വീഡിയോ കോൾ വിളിക്കുന്നു, പല ഫോൺ നമ്പറിൽ നിന്നിട്ട് ആ ഫോട്ടോ തരുമോ ഈ ഫോട്ടോ തരുമോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആ ഫോണിന്റെ പൈസ മിക്കവാറും 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഞങ്ങൾ അതുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ എനിക്ക് എന്റെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഒരു മാന്യമാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു മാന്യതയുണ്ട്. എന്നാലും നല്ലൊരു ജോലി ചെയ്ത് എനിക്കൊരു ജോലി മേടിച്ചു തരുമോ? പക്ഷെ എനിക്കൊരു 3 ലക്ഷം 3.5 ലക്ഷം രൂപ സാലറി വരുന്ന, എനിക്ക് വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം. ഒരു 3 ലക്ഷം വരുന്ന ഒരു മാസം എനിക്ക് 3 ലക്ഷം രൂപ ചെലവുണ്ട്. 3 ലക്ഷം രൂപ വരുന്ന ഒരു ജോലി എനിക്ക് മേടിച്ചു തരുമോ? എനിക്ക് താൻ പറയുന്ന പോലെ ഞാൻ ഇന്ന് മുതൽ ലൈവും ഇല്ല, ഇന്ന് മുതൽ ഞാൻ ഫോട്ടോ ഇടുന്നില്ല. നാണം ഉണ്ടാ നിനക്ക് അവൻ്റെ അടുത്ത് ജോലിയൊക്കെ? നിനക്ക് 10 ബിരിയാണി ഉണ്ടാക്കി വെച്ച് വിറ്റ് തുടങ്ങിയാൽ അത് വലിയൊരു ബിസിനസ് ആക്കി എടുക്കാം. 3-4 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോയാണ്. നല്ലതാണ്. ഇവളൊക്കെ എന്ത് പറയാനാടാ? ഇവളൊക്കെ എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? സീരിയസ്ലി ഞാൻ ചോദിക്കൂ, ഇവളെ എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? 3 ലക്ഷം രൂപയുടെ ജോലി താൻ പറഞ്ഞാണ്, ഞാൻ മിണ്ടാതിരുന്നോളാം. ഞാൻ 10ാം ക്ലാസ്സാണ്, അതുകൊണ്ട് എനിക്ക് 3 ലക്ഷത്തിന്റെ ജോലി തരാൻ. ഈടെ അന്തസ്സില്ലാതെ സ്വന്തം മാനവും നാണവും വിറ്റുണ്ടാക്കുന്ന ഈ പണം. പണ്ട് ഈ പറഞ്ഞ പോലെ വേശ്യപ്പണിക്ക് ഇറങ്ങി പോകുന്ന സ്ത്രീകളുണ്ടായിരുന്നു, ഇല്ലെന്നല്ല. ഇന്ന് ഇതൊക്കെ ഓൺലൈനിൽ കൂടി നടക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് അവളൊക്കെ ന്യായീകരിക്കുന്ന നോക്ക്. നിനക്കൊക്കെ കുടുംബമില്ലേ?
മക്കളില്ലേ, ആ മക്കളെ ഓർത്തിട്ടെങ്കിൽ ഇമ്മാതിരി അപരാധം കാണിക്കാതിരുന്നൂടെ? നിനക്കൊക്കെ ഇങ്ങനെ അപരാധിച്ച് നടക്കണമെങ്കിൽ എന്തിനാണ് മക്കൾ ഉണ്ടാക്കിയിടുന്നത്? നാളെ ആ മക്കളാണ് ഈ സൊസൈറ്റിയിൽ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നിനക്കൊക്കെ അല്ല, നീയൊക്കെ നാണം കെട്ട് നാറിയ പൈസ ഉണ്ടാക്കി തിന്ന് പെരുത്ത് ചത്ത് തൊലഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ മക്കള് അടുത്ത അവരുടെ മക്കള് തലമുറയായിട്ട് ബാധിക്കും. മനസ്സിലായോ? ഇതൊന്നും തീരുന്ന കേസല്ല. നീ ഈ സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടിയ അപരാധങ്ങൾ ഭൂമി അവസാനിക്കുന്നോളം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് അവസാനിക്കുന്നോളം വരെ കാലം അതിൽ കിടക്കും സോഷ്യൽ മീഡിയയിൽ. അപ്പൊ നീയൊക്കെ അപരാധിച്ച് വെച്ചത് അതൊരു പാറ്റേൺ ആയിട്ട് അവിടെ കിടക്കും. വരും തലമുറകളെ അടക്കം, നിന്റെയൊക്കെ തലമുറ അടക്കം അത് ബാധിച്ചു കൊണ്ടേയിരിക്കും. അഴിഞ്ഞാട്ടങ്ങളും ആവാസങ്ങളും പേക്കൂത്തുകളും കാണിച്ച് നടന്ന നീയൊക്കെ വന്നിട്ട് ന്യായീകരിക്കണം. എന്നിട്ട് കണകൊണ 3 ലക്ഷത്തിന്റെ ജോലി നിനക്കുണ്ട്. നിന്നെ പിടിച്ച് അംബാനിയെ മാറ്റിയിട്ട് അംബാനിയെ ഇറക്കി വിട്ടാണ് നിന്നെ പിടിച്ചിരുത്ത. ഇഷ്ടം ഇങ്ങനെയും കുറെ കോക്കറകൾ വന്നിരുന്ന് കുണയ്ക്കുന്നുണ്ട്. പിടിച്ചെടുത്ത് വെളിയേറിയാനാണ് തോന്നുന്നത്. എന്ത് വിവരക്കേടായി നീയൊക്കെ വിളിച്ച് പറയുന്നത്, വിവരമില്ലാത്തവളെ. നിമിഷയെ പോലുള്ള ഇൻഫ്ലുവൻസർ, നിമിഷ ഒരു ഇൻഫ്ലുവൻസറാണ്. നിമിഷയെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള ആൾക്കാർ പോലും പഠിത്തം എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ നിമിഷ പറഞ്ഞു എനിക്കൊരു 3 ലക്ഷം രൂപ ഇങ്ങനെ ചെയ്തുകൊണ്ട്, വെറും ലൈവും അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ട് എനിക്ക് 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നു നിമിഷ പറയുന്നു. ഇത് കണ്ടുകൊണ്ട് നാളെ ഒരു സ്ത്രീ ഞാനും ഇത് തുടങ്ങിയാലോ എന്നൊരു, ഞാൻ എന്നെ കണ്ടൊന്നുമല്ല തുടങ്ങിയേക്കുന്നത്, ഞാൻ പല ആൾക്കാരെ കണ്ടോണ്ടാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. ആരെ കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. അല്ല ഞാൻ പറയാ, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കാമവാഹിനി, രഹന ഫാത്തിമ ഫുൾ ബിക്കിനി മാത്രമേ പുള്ളിക്കാരി എടുത്തുള്ളൂ അല്ലേ? അല്ല വേറെ ഒരു ഡ്രസ്സ് ഞാൻ പുള്ളിക്കാരെ കണ്ടില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് പല വെറൈറ്റി ബിക്കിനിയാണ് പുള്ളിക്കാരി ഇടുന്നത്. ഇതൊക്കെ ഞാനും ആസ്വദിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. എനിക്ക് ഇടാൻ തോന്നുന്ന ഡ്രസ്സ് കംഫർട്ട് ആയത് ഞാൻ ഇടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എനിക്കിപ്പോ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്, എന്റെ മക്കള്, അച്ഛനമ്മ, ഇവരെന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നാട്ടുകാരെ പറ്റി എനിക്ക് ചിന്തയേ ഇല്ല. അങ്ങനെ ഉളുപ്പില്ലാതെ ഇരിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞു വന്നത്. ഹസ്ബൻഡ്, പിള്ളേര്, ഏത് പിള്ളേരാടി സ്വന്തം അമ്മ അഴിഞ്ഞാടി നടക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പിള്ളേർ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഏതെങ്കിലും ഉലകത്ത് ഏതെങ്കിലും മക്കള് സ്വന്തം അമ്മ അഴിഞ്ഞാടി നടക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യൂ? ഇല്ല. പിന്നെ ഭർത്താവ് എന്ന് പറയുന്ന മൊണ്ണ, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഏതോ കാട്ടപരാധി മോൻ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും അപരാധം കാണിക്കുന്നതിനൊക്കെ അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവനൊരു ഭർത്താവാ? യവനല്ല ഒരു ഭർത്താവാ? അവൻ ഏത് അർത്ഥത്തിലാണ് ഒരു ഭർത്താവായത്? സ്വന്തം ഭാര്യ ജീവിക്കുന്നവനാ അവനൊരു ഭർത്താവാ? എടാ, നമ്മള് ഒരു പെണ്ണിനെ കെട്ടി അല്ലെങ്കിൽ ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ അവളെ മോശമായിട്ട് ഒരുത്തം നോക്കിയാൽ കൂടി നമുക്ക് പിടിക്കത്തില്ല. ചൊറിഞ്ഞ് പെരുത്ത് കയറി വരും അല്ലേ? അവന്റെ നോട്ടം ശരിയില്ലെങ്കിൽ കൂടി നമുക്ക് പെരുത്ത് കയറി വരും. ആ സ്ഥാനത്ത് സ്വന്തം ഭാര്യയുടെ മറച്ചു വയ്ക്കേണ്ട ഭാഗങ്ങളെ എക്സ്പോസ് ചെയ്യിപ്പിച്ച് കാണിപ്പിച്ച് അത് വീഡിയോ എടുപ്പിച്ച് ഇട്ടുകൊടുത്ത് നാട്ടുകാരെ കയ്യിൽ ഇട്ടുകൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഇവനെല്ലാം ഒരു ഭർത്താവാ? കഷ്ടം. മക്കള്, ആ മക്കളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി, നാളെ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിനക്കൊന്നും ഉത്തരം കാണത്തില്ല, നിനക്കൊന്നും ഉത്തരത്തിന്റെ ആവശ്യവുമില്ല. വിവരമില്ലാത്ത ഊളകള്. അല്ലാണ്ട് നിന്നെ എന്നാ പറയാന്? കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അവരാധിക്കാനായിട്ട്. അവരാധിക്കാൻ ഇറങ്ങി അവരാധിച്ചിട്ട് അതിന് വേറെ ന്യായീകരണം. കാട്ടവരാധികൾ. അല്ലാണ്ട് എന്ത് പറയാനാ കോപ്പ്. നമ്മളിപ്പോ ഷക്കീൽ അമ്മേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെയല്ല നിമിഷയ്ക്കും വരുന്നത്. സത്യത്തിൽ നിമിഷം അങ്ങനെയാണോ? ഞാൻ ഒരു വെടിയല്ല. എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ വന്നപ്പോ നീയും ചോദിച്ചു എന്നോട്. എന്റെ കമന്റ് ബോക്സിൽ ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, വെടിയാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നേ? ഇത് അധികം വലിയ പ്രശ്നം ഉണ്ടാക്കിക്കാൻ പറയും, ഞാൻ വെടിയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നിലും നമ്മൾ വെടിയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴികളിലോ വല്ല പാലാരിവട്ടം പോലെ സ്ഥലങ്ങളിലോ നമ്മളെ കാണണം. അല്ലെങ്കിൽ വല്ല ഹോട്ടൽ റൂമെല്ലാം റെയ്ഡ് ചെയ്ത് എന്നെ പിടിക്കണം. ഇതൊന്നും എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ അതിന് വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഉണ്ടോ? ഇപ്പൊ വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പെണ്ണ് വിചാരിച്ചു? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് റോട്ടി ഇറങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓൺലൈനിൽ വന്നിരുന്ന അവരാച്ചുകൊണ്ടിരുന്നത് കുറെ ഫ്രസ്ട്രേഷൻ നടന്ന കാമക്കടുകളെ കടി തീർക്കാനായിട്ട് നിന്നെയൊക്കെ പോലുള്ള കുറെ എണ്ണം വന്ന് ഓൺലൈനിൽ ഇങ്ങനെ ഇരിക്കും. ഓരോന്ന് കാണിച്ചും വലിച്ചും നീട്ടിയും എന്നാ പിടി, കക്ഷ്യം, മൂത്രൊഴി, തൂറി, പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണം. പിന്നെന്തോന്ന് ഓൺലൈൻ, എന്തോന്ന് അല്ലാത്ത വെടി. നീയൊക്കെ പോരെ, സ്പഷ്ടമായിട്ടിരിക്കുകയില്ലേ? ഇനി എന്ത് വേണം? എല്ലാം കൂടി ഒരു കപ്പലിൽ അങ്ങോട്ട് കയറ്റി വിടണം. ഇതുപോലത്തെ അപരാധികളെല്ലാം കൂടി ഒരു കപ്പലിൽ തന്നെ കയറ്റി വിടണം. എന്നിട്ട് നടുക്കടലിൽ എത്തുമ്പോൾ താത്തണം. അതോടെ തീരണം കോപ്പ്. ബിജു ചേട്ടൻ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? അല്ലെങ്കിൽ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിനോട് പറയുന്നത്, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. നമുക്കൊരാൾ കൊണ്ടത്തെ ഒരു 100 ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാകത്തില്ല. ചീത്തപ്പേര് വന്നാലും എന്തൊക്കെ പലയായിട്ട് ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു സമയത്ത് അവർക്ക് തിരിച്ചു പറയാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സമയത്ത്, റീച്ച് ഉള്ള സമയത്ത് 10 പൈസ ഉണ്ടാക്കിയാൽ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ പോയാൽ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ജോലി ചോദിക്കത്തില്ല. ജാതി ചോദിക്കുന്നുണ്ട് കേട്ടോ ചില സ്കൂളിൽ, അത് പറയുന്നില്ല. അപ്പൊ ഏതാ ജോലിയും ചോദിക്കത്തില്ല, കയ്യിൽ പൈസ ഉണ്ടോന്നേ ചോദിക്കുള്ളൂ അല്ലേ? അതെ, കയ്യിൽ പൈസ ഉണ്ടോ എന്നേ ചോദിക്കത്തുള്ളൂ. ഏതാടാ സ്കൂള്?
എനിക്കൊന്ന് കാണിച്ച്. അതുപോലെ ബിജു ചേട്ട ഫുൾ സപ്പോർട്ട്, സ്വന്തം ഭാര്യ വീട്ടിൽ ജീവിക്കാൻ ഫുൾ സപ്പോർട്ട്. അയ്യോ ഇങ്ങനെ ഒരു കാട്ടുമുണ്ണ, ഇവനൊക്കെ ഒരു മനുഷ്യനാടാ. ഇവനൊക്കെ ഏത് അർത്ഥത്തിലാടാ ഭർത്താവായത്? സ്വന്തം ഭാര്യ വീട്ടിൽ ജീവിക്കുന്ന അപരാധി മോൻ. ഇവനൊക്കെ പിടിച്ച് ചേർത്ത് വെച്ച് ഇടിക്കണം, അതാണ് ചെയ്യേണ്ടത്. എന്തോന്നടാ ഇതൊക്കെ. അതെ, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. വച്ചോണ്ടിരി, രണ്ടുപേരും കൂടെ അങ്ങോട്ടിരുന്ന് ഉരസിരി, അതായിരിക്കും നല്ലത്. നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. ഞാനൊരു കാര്യം പറയാം. എന്നിട്ട് ഇതുപോലെ ഇവളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ, അതായത് ഇന്ന് ചീത്ത പറഞ്ഞാൽ നാളെ മാറ്റി പറയുന്നത്. നിന്റെ കാര്യത്തിൽ ഇന്ന് തന്തയ്ക്ക് വിളിച്ചാലും നിന്നെ നാളെ തള്ളക്കി വിളിക്കും. ഇതേ സംഭവിക്കത്തുള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. മാറ്റം കൊണ്ടുവരാൻ നടക്കുന്നു. എനിക്കൊന്നും പറയാനില്ലല്ലോ. അപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കാണാൻ ആളുകളുണ്ട്. അപ്പൊ കാണിക്കാനാണെന്ന് മനസ്സിലായല്ലോ. ഇതല്ല നമ്മൾ വിചാരിക്കുന്ന നിമിഷയല്ല ശരിക്കുള്ള നിമിഷ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ മറക്കാനുള്ള അവയവങ്ങളൊക്കെ ഞാൻ മറച്ചിട്ടിടുന്നേ. ഇതുവരെ എന്നെ തുണിയില്ലാത്തൊരു ഫോട്ടോ ന്യൂഡായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വല്ല ഫോൺ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതിനേക്കാളും നല്ല നീ അതിൽ പോയിരി, ഫോൺ വീഡിയോ അല്ല വല്ലതിലും പോയിരി. തുണി ഉള്ളതും ഇല്ലാത്ത കണക്ക് തന്നെ നിന്റെയൊക്കെ വീഡിയോ ഉള്ളു. ഇനി എന്തോന്ന് കാണാതിരിക്കണം, ഇനി എന്തോന്ന് കാണാതിരിക്കണം, അതെനിക്കൊന്ന് പറഞ്ഞ ഗതിയിട്ട നാറിയ കുടുംബങ്ങൾ. എന്നിട്ട് വന്നിട്ട് കൊണയടിക്കുന്നു. ഇവളൊക്കെ ന്യായീകരണം കേൾക്കുമ്പോൾ മടൽ വെട്ടിയടിക്കണം. ഇവളൊക്കെ എന്റെ കൈ കിട്ടണം ഇന്റർവ്യൂവിൽ. ഞാൻ ചോദിച്ച അണ്ണാക്കി തരും. അവൻ പാവം, അവൻ അപ്പ ഈ കേസായിട്ടാവും ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ ഒന്നാമത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതറിയാമോ? അതെന്തൊക്കെയാണ്? എന്ന് വെച്ചാല് എക്സ്ക്ലൂസീവ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്നിട്ട് ആണുങ്ങൾ പല രീതിക്ക് സംസാരിക്കും. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഈ ഒരു ലൈഫ് അല്ലെ. അപ്പം പല രീതിക്ക് സംസാരിക്കുമ്പോൾ മയങ്ങാതിരിക്കുക ആണുങ്ങളുടെ മുന്നിൽ. പെൺപിള്ളേർ, ഇത് പെൺപിള്ളേർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ട്രിപ്പ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ വീട്ടുകാരെ വരെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പെൺപിള്ളേരുണ്ട്. പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ കട്ട് ചെയ്തിട്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനെ ഒരു ഉദാഹരണം നമ്മൾ തുമ്പുറുമുഴി, എന്റെ വീടിന്റെ അയലൊക്കെ, നമ്മളവിടെ ഇടദിവസങ്ങളിലൊക്കെ ചെല്ലണം. നമ്മൾ നടന്ന് കൂളായിട്ട് നടന്നു പോയി കഴിയുമ്പോൾ കുട്ടിക്കാട്ടിൽ നിന്ന് പിള്ളേർ പാൻറ് വലിച്ച് കയറ്റിട്ടാണ് കയറി വരുന്നത്. ചെറിയ പിള്ളേരാ, 10ാം ക്ലാസ്സാണോ +1 ആണോ എന്ന് പോലും നമുക്കറിയില്ല. അമ്മാതിരി ചെറിയ പിള്ളേർ പാൻറ് വലിച്ച് കയറ്റിട്ട് കയറി വരുന്നത് കാണാം. ഇപ്പൊ എന്റെ ഞാൻ ഇപ്പം ഒരു ഇത് പറയുവാണ്, എന്റെ ലൈവിൽ ഇരിക്കുമ്പോൾ എന്റെ ചില പേരൻസ് വന്നിട്ട് കമന്റ് ഇടാറുണ്ടേ, നിങ്ങളുടെ ലൈവ് കണ്ട് പിള്ളേർ വഴി തിരച്ചു പോവാന്നും പറഞ്ഞിട്ട്. അതിനുള്ള കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? വീട്ടിലെ പേരൻസ് അല്ലേ. ഈ ബുദ്ധിബോധം, വിവരം, പൊക്കണം, നാണോ മാനോ ഉളുപ്പും ഇല്ലാത്ത മോൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചു തരും. ഇവിടെ അവരാതെ വീഡിയോ കണ്ട് ഏതോ പാരൻസ് വന്നിട്ട് കമന്റ് ഇട്ട്, എന്താ നിങ്ങളെ വീഡിയോ കൊണ്ട് പിള്ളേർ വഴി തെറ്റില്ലേന്ന്. അപ്പൊ പറയുന്നത് അതിന് വഴി വെച്ച് കൊടുക്കുന്നത് നിങ്ങളല്ലേന്ന്. ഈടി നിനക്ക് നാണോണ്ടാടി കൊടയാടി, അല്ലാണ്ട് എന്നാ പറയാനാ നിന്നെ? നിന്റെയൊക്കെ വീഡിയോ കൊണ്ട് കുട്ടികളടക്കം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത് അപരാധം കാണിച്ചും സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കി ജീവിക്കാമെന്ന് വരുന്ന തലമുറ അടക്കം നീയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിനക്കെതിരെ നടപടി എടുക്കണം. എനിക്ക് സത്യം പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ പറയുന്നവളുമാരാ ഇത്തരം അപരാധ വീഡിയോ ചെയ്യുന്ന എല്ലാ അപരാധി മക്കളെയും ബാൻ ചെയ്യണം. ബാൻ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇത് ചെറിയൊരു കാര്യമല്ല, നിസ്സാര കാര്യമല്ല. ഒരുപാട് കുട്ടികൾ വഴി പിഴച്ചു പോകുന്നുണ്ട്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ചെറുതായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇവളൊക്കെ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടോ? മാതാപിതാക്കളാണ് കുഴപ്പമെന്ന്. ഇവളുടെയൊക്കെ അപരാധ വീഡിയോകൾ സോഷ്യൽ മീഡിയ മൊത്തം കിടക്കുക. ഇൻസ്റ്റ എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും. മെയിനായിട്ട് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഞാനീ പറഞ്ഞത്. ഈ പ്ലാറ്റ്ഫോം എല്ലാം ഇവളുമാർ തുലച്ചു വെച്ചിരിക്കുകയാണ് അപരാധിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇവളെയൊക്കെ പോലെയുള്ളവളെ ബാൻ ചെയ്യണം. എന്നിട്ട് ഇവളുടെയൊക്കെ ന്യായീകരണം കേൾക്കുമ്പോഴാണ് പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നത്. സത്യം, സീരിയസ്ലി കേൾക്കുമ്പോൾ ദേഷ്യമായിരിക്കും വരുന്നത്. എന്തുവാ ഇത്? എന്താ ഇവളൊക്കെ ഉദ്ദേശം? കേട്ട വരാതങ്ങൾ. പിള്ളേരോട് രാത്രി 10 മണിക്ക് ശേഷം പിള്ളേർ കിടന്നുറങ്ങുമ്പോൾ ഫോൺ മേടിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കാം, അല്ലെ നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കാം. എന്തിനാണ് പിന്നെ അവർക്ക് ഫോൺ കൊടുക്കാൻ പോകുന്നത്? രാത്രി ഇവർ എന്തൊക്കെ കയറി കാണുന്നത്, XVD ആണ് കയറി കാണുന്നത്, ഏത് ഫോൺ സൈറ്റിൽ കയറി കാണുന്നത് നമുക്കറിയാൻ പറ്റുമോ? അതുപോലെയാണ് പെൺപിള്ളേരുടെ കാര്യം. പെൺപിള്ളേർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ പുറത്തുനിന്ന് ഒരു ആണോ വന്ന് സംസാരിക്കുമ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങ് ചായും. ഒരുപാട് പെൺപിള്ളേർ ഇപ്പൊ ഈ കൊച്ചി തന്നെ ഒരുപാട് പെൺപിള്ളേർ വെറുതെ അങ്ങ് നടക്കുക. കല്ലൂരി സ്റ്റേഡിയത്തിലൊക്കെ പോയാലേ ഞാനിപ്പോ പബ്ലിക്കായിട്ട് വരുമ്പോൾ എനിക്ക് ഏതൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം? എന്റെ കയ്യിലെ മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ണ് തള്ളിപ്പോങ്കിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും. മിയാ ഖലീഫ വെടിയെന്ന് സണ്ടിയില്ല, അതാണ് അവസ്ഥ. എന്തോന്നടാ ഇത്? ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കും, ഒന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പച്ച തെറി വിളിച്ച് ഇവളെയൊക്കെ ആട്ടി ഓട്ടിക്കേണ്ടി വരും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും.
இதெல்லாம் பார்த்துட்டு என்னடா பேச போற, என்னடா சொல்ல போற, என்னடா பண்ண போற. ഓ കഷ്ടം. ബാക്കി ബാക്ക് ടു ഇന്റർവ്യൂ. എന്നിട്ട് ഞാൻ അതൊന്നുമല്ലല്ലോ ഇട്ടുകൊണ്ട് വന്നേ. ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് എന്നെ ഏതെങ്കിലും ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടോ മോശമായ? കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പോയാൽ ആരും ഒന്നും പറയാം. അതെ, പബ്ലിക്കിൽ പോകുമ്പോൾ ഞാൻ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇടും. അവിടെ ഒരു 10-15 വരെ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ ഓൺലൈനിൽ വരുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാം. അപ്പോഴാണ് ഞാൻ വീഡിയോയിൽ മാറുന്നത്. ആ ഒരു സെറ്റപ്പാണ് ഇവളൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ എന്തോന്നടാ, എന്തോന്ന് യുഗം ഇത്. സ്ത്രീത്വത്തെ അപമാനിച്ചൊന്നും പറയല്ലോ. സ്ത്രീകളെ ഒരുപാട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതുപോലുള്ള കാട്ടപരാധങ്ങൾ കണ്ടിട്ട് എങ്ങനെയാടാ പറയാതിരിക്കാൻ പറ്റും? നിങ്ങൾ പറ എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ഇതെല്ലാം സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള കുറെ എണ്ണം. ഇവളുമാരെ പോലെയുള്ളതിനൊക്കെ ബാൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചാൽ പറ്റത്തുള്ളൂ. ഇത് വെറുതെ വിടേണ്ട കേസല്ല. ഇതിന്റെ പേരിൽ ഇവള് കൊണ്ട് കേസ് കൊടുത്താലും ഈ കേസ് എന്ത് കോപ്പെന്ന് വെച്ച് ഞാൻ ഫേസ് ചെയ്യും. കാരണം എനിക്ക് ഇതെങ്ങനെയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണ്ണിലെങ്കിലും എത്തിച്ചിട്ട് ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാക്കണം. ഇനി അടുത്ത ഭരണത്തിൽ വരുന്ന ആരാന്നൊന്നും അറിയത്തില്ല. ആര് വന്നാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഒന്ന് ശരിയാക്കണം ഈ അപരാധങ്ങളെയൊക്കെ. സാരി അല്ലെങ്കിൽ മറ്റേ സ്ലീവ്ലെസ് കക്ഷം കാണിക്കാറുണ്ട്. കക്ഷം പിന്നെ എന്റെ വീക്ക്നെസ് ആണ്. ലൈവിലായാലും കക്ഷയില്ലാണ്ട് നിമിഷ ബിജോ ഇല്ല. എന്റെ കഷത്തിന് ഭയങ്കര ഫാനാണ്. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കഷത്തിലേക്ക് ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോൾ തന്നെ എന്റെ മോളെ കഷം കാണലേ മൂടാവുന്നേ എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച തന്തയില്ലാത്ത യാവനാണ് അത്. കച്ചങ്ങാണായിരിക്കണം. അനകാലം നീ വല്ല വാഴപ്പിണ്ടിയിലും തൊളയിട്ട് അടികളായിരുന്നു. കച്ചങ്ങാണായിരിക്കണമെന്ന് എന്തൊന്നു പറയാൻ. ഇങ്ങനെയും കുറെ 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 മക്കള് ആണുങ്ങളുടെ വില കളയാനായിട്ട് താന്തയില്ലാത്തവന്മാര്. എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ, അതുവരെ ഞാനിടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. എന്താ ചെയ്യാ? ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്കതൊക്കെ വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. പിന്നെ ഞാൻ പാവപ്പെട്ട ആൾക്കാരൊക്കെ ജീവിച്ചു പോട്ട്. എടാ, ഞാൻ പറഞ്ഞല്ലോ വാഴ തൊളയിട്ട് അടികളാണ് അതിനേക്കാളും നല്ലത്. ഇവളെയൊക്കെ മറ്റേ സാമാനങ്ങൾ കാണാനായിട്ട് പോയി കുനിഞ്ഞിരുന്ന് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് കളഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ല വാഴത്തട വെട്ടണം, അതിൽ തൊളയിട്ട് അടി, അന്തസ്സുണ്ട്. ഇത്രയും ഇതായിട്ട് സംസാരിക്കേണ്ട ഗതിയിൽ കൊണ്ടെത്തിക്കുന്നു. സീരിയസ്ലി കുറെ പേര് പറയാറുണ്ട് അതിലെ ലാംഗ്വേജ് ഒന്ന് നോക്ക്. എങ്ങനെ സംസാരിക്കും? ഇതുപോലത്തെ അപരാധങ്ങൾ കണ്ടിട്ട് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റും? ഇതിനെയൊക്കെ കണ്ടിട്ട് എങ്ങനെ മാന്യമായിട്ട് പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ഇടണം.